തിരുവനന്തപുരത്തെ പൗണ്ട് കടവിൽ ഒരു കാർ ചെളിയിൽ കുടുങ്ങിപ്പോയി. മറ്റൊരു കാർ ഉപയോഗിച്ച് കെട്ടിവലിച്ച് കയറ്റാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഈ ആ ശ്രമം ഫലം കണ്ടില്ല. പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് രണ്ട് കാറുകളെയും വലിച്ച് കയറ്റിയത്. രാഹുൽ ജീനാഥുണ്ട് വിവരങ്ങളുമായി. രാഹുലെ, ഇത് കണ്ടിട്ട് റോഡാണെന്ന് പോലും തോന്നുന്നില്ല. ഇതെങ്ങനെയാണ് ഇതുപോലൊരു ചെളിക്കുണ്ടായി റോഡ് മാറിയത്? പിന്നെ എങ്ങനെ കാറുകളെ പുറത്തേക്ക് എടുത്തു? രവീഷ്, അത് തന്നെയാണ്. ഇത് തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാത്ത സംഭവം എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 2:45 പൗണ്ട് കടവ് സ്വദേശി റസിയ 4 മക്കളുമായി മദ്രസയിലേക്ക് മക്കളെ ആക്കാനായി ഈ റോഡ് വഴി പോകുന്നത്. പെട്ടെന്ന് വണ്ടി പുതയുന്നു. അങ്ങനെ ഉടൻ തന്നെ ഭർത്താവിനെ രക്ഷപ്പെടുത്താനായി വിളിക്കുന്നുണ്ട്. ഭർത്താവാണ് മറ്റൊരു കാറിൽ അവിടേക്ക് എത്തുന്നത്. അവിടെ ഭർത്താവും കയറ് കെട്ടി ഈ കാറ് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ 2 കാറും ചെളിയിൽ പുതഞ്ഞു പോകുന്ന ഒരു ഘട്ടം എത്തുന്നു. അപ്പോഴാണ് പിന്നീട് ഇത്തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇത് പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയ്ക്ക് കീഴിലുള്ള റോഡാണ് ഇത്. കൃത്യമായി പറഞ്ഞാൽ തമ്പുരാൻ മുക്കിൽ നിന്ന് പൗണ്ട് കടവിലേക്ക് പോകുന്ന റോഡാണ്. ഏറ്റവും ഞാൻ ചിന്തിച്ച കാര്യം, അല്ലെങ്കിൽ ഈ വാർത്തയിൽ ഏറ്റവും പ്രസക്തമായ കാര്യം, ആ റോഡ് അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും ആ റോഡിലേക്ക് കടക്കരുത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡോ അല്ലെങ്കിൽ ഈ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമോ അവിടെ ഇല്ല എന്നുള്ളതാണ്. സാധാരണക്കാർ പോകുമ്പോൾ അത്തരത്തിൽ പുതഞ്ഞു പോകും, വാഹനം പുതഞ്ഞു പോകുന്ന തരത്തിലുള്ള റോഡാണുള്ളത്. എന്തായാലും വലിയ ദുരവസ്ഥയാണ്. 1.5 വർഷമായി ഈ റോഡ് ഇത്തരത്തിലാണുള്ളത്. ഈ സ്ത്രീയും കുട്ടികളും, റസിയയും കുട്ടികളും 1.5 മണിക്കൂറോളം ഈ വണ്ടിയിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും നിസ്സഹായ അവസ്ഥയിലാണ് ആ നാട്ടുകാർ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇത് അധികൃത ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ് ദിവിഷ്. 1.5 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കണമെന്ന് പറയുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. എന്തായാലും ഒരു വണ്ടിയെ രക്ഷപ്പെടുത്താൻ മറ്റൊരു വണ്ടി ശ്രമിക്കുന്നു. അവസാനം 2 വണ്ടിയും ചെളിയിൽ പുതഞ്ഞു പോയതുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് വണ്ടികൾ വലിച്ചു കയറ്റേണ്ട സ്ഥിതി ഉണ്ടായി. അത് തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന സ്ഥലത്തുള്ള റോഡിലാണ് ഈ അവസ്ഥ. പ്രതികരണത്തിലേക്ക് ഓടി. 2 മണിക്ക് വന്നതാ. 2 മണിക്കൂറായി. എവിടെ പോയതാ നിങ്ങൾ? ഞങ്ങൾ ഇവിടെ പള്ളിയിൽ പോയതാ. കുട്ടികളെ കൊണ്ടായിരുന്നു. സർവീസ് 2 കുട്ടികളുണ്ടായിരുന്നു. 4 കുട്ടികളുണ്ട്. 4 കുട്ടികളുണ്ട്. മദ്രസ പോയത്.